ഹലോ ആസ്പിറൻസ്, വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. IBPS PO പ്രിലിംസ് കഴിഞ്ഞപ്പോൾ മെയിൻസിന്റെ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് എന്നൊരു സെഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്നും അതിൽ കുറേ ഡൗട്ടുകൾ ഉണ്ടെന്നും ഒരുപാട് കുട്ടികൾ കമന്റ് ചെയ്തിരുന്നു. ഒരുപാട് കുട്ടികൾ എനിക്ക് മെസ്സേജ് പേഴ്സണലിയും ടെലഗ്രാമിൽ അയച്ചിരുന്നു. അതിന്റെ ബേസിലാണ് ചെയ്തത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ടോപ്പിക്സ്, എങ്ങനെയാണ് എസ്എ കോംപ്രഹെൻഷൻ ഡീൽ ചെയ്യേണ്ടത് എന്നെല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എസ്എയും കോംപ്രഹെൻഷൻ ഉണ്ട്. 50 മാർക്കാണ്. എസ്എക്ക് നിങ്ങൾ ഒരു 250 മുതൽ 300 വാക്കുകൾ വരെ ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ടൈപ്പിംഗ് ആണ്, ഓൺലൈൻ ആണ്. ഐ തിങ്ക് മോസ്റ്റ് പ്രോബബ്ലി ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നതും സിസ്റ്റം തന്നെ ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് എറർ ഡിറ്റക്ട് ചെയ്യാൻ ഈസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ എറർ വരുത്താതെ എഴുതുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം, ഏറ്റവും ഒന്നാമത്തെയാണ് പ്ലാൻ യുവർ എസ്എ ഇൻ 2 minutes. 2 മിനിറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ആ സമയത്തിനുള്ളിൽ 2 മിനിറ്റ് എടുത്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ പോകുന്ന എസ്സേ നിങ്ങളുടെ തലയിൽ നന്നായിട്ട് പ്ലാൻ ചെയ്യുക. ഫോക്കസ്ഡ് ആയിട്ട് വേണം നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ. പ്ലാൻ ഇല്ലാണ്ട് ഒരു സ്ട്രക്ചർ അത് സഡൻ ആയിട്ട് കയറി ടൈപ്പ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലപ്പോഴും സ്ട്രക്ചർ ഉണ്ടാവത്തില്ല. പലപ്പോഴും നിങ്ങൾക്ക് ലോജിക്കലി ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല ഒരു എസ്സേയിൽ. അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഫോർമൽ ക്ലിയർ ലാംഗ്വേജ്, ഭയങ്കര ഫോർമൽ ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് ശ്രദ്ധിക്കുക. ടൈപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ബേസിക്കലി വലിയ അഡ്വാൻസ്ഡ് വാക്കുകളോ അല്ലെങ്കിൽ പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാകാത്ത രീതിയിൽ ഭയങ്കര ട്വിസ്റ്റഡ് ആയിട്ടുള്ള സെന്റൻസുകളോ യൂസ് ചെയ്യാതിരിക്കുക. കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് നടന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എവറിഡേ ലൈഫിലൊക്കെ കോട്ട് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അത് നിങ്ങളുടെ എസ്സേന്റെ വാല്യൂ ഒരുപാട് വലുതാക്കും. അത് കുറച്ചുകൂടെ ഭയങ്കര വാല്യുബിൾ ആക്കും നിങ്ങളുടെ എസ്സേ. കാരണം നിങ്ങൾ കുറച്ചുകൂടെ കറണ്ട് കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ അതെല്ലാം അറിയുന്നുണ്ട്, നിങ്ങൾക്ക് അതെല്ലാം അറിയുന്ന കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാവും. ആൻഡ് തന്നിരിക്കുന്ന സബ്ജക്റ്റുമായിട്ട് കുറച്ച് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾസ് ആണെങ്കിൽ അത് നിങ്ങളുടെ എസ്സേയുടെ ഭംഗി തന്നെ കൂട്ടും. മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എക്സാമ്പിൾസ് ഡെഫിനറ്റ് ആയിട്ട് എക്സാമ്പിൾസ് കൊടുക്കാം. എക്സാമ്പിൾസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിന് നമ്മളൊരു വാലിഡിറ്റി കൊടുക്കുന്നത് ഒരു എക്സാമ്പിൾ കോട്ട് ചെയ്തുകൊണ്ടായിരിക്കണം. അതാകുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ എസ്സേക്ക് ഒരു എന്താ പറയുക, കുറച്ചുകൂടെ വാലിഡിറ്റി ഉണ്ടാവും, കുറച്ചുകൂടെ റിലയബിലിറ്റി ഉണ്ടാവും, കുറച്ചുകൂടെ ക്രെഡിബിലിറ്റി ഉണ്ടാവും എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ലോജിക്കൽ ഫ്ലോ, അതായത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വളച്ചും തിരിച്ചും ഒടിച്ചും എഴുതാൻ പറ്റത്തില്ല. ഒരു ലോജിക്കൽ ഫ്ലോ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ ഉണ്ടാവണം. ആ എൻഡ് വരെയുള്ള ലോജിക്കൽ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ വലിയൊരു കാര്യമാണ്. ആൻഡ് കൺക്ലൂഷൻ, നല്ലൊരു കൺക്ലൂഷൻ ആണ് ഒരു എസ്സേയുടെ ഏറ്റവും വലിയ ഭംഗി. ഒരു നല്ല ഇൻട്രൊഡക്ടറി സെന്റൻസും ഒരു നല്ല കൺക്ലൂഡിംഗ് സെന്റൻസും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എസ്സേക്ക് നല്ലോണം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി എന്തൊക്കെ ചെയ്യാൻ പാടില്ല? ഡോണ്ട് സ്റ്റാർട്ട് വിത്തൗട്ട് പ്ലാനിങ്. നമ്മൾ ഒരു നിമിഷം ചിന്തിക്കാതെ, ഒരു നിമിഷം വെയിറ്റ് ചെയ്ത് നമ്മൾ ഇത് എന്താണ് ടോപ്പിക്, ഈ ടോപ്പിക് ഇങ്ങനെയൊക്കെ വേണം എനിക്ക് ഐഡിയാസ് കൊടുക്കാൻ എന്നുള്ളത് മനസ്സിലെങ്കിലും അറേഞ്ച് ചെയ്ത് വയ്ക്കാതെ നിങ്ങൾ ചാടി കയറി ടൈപ്പ് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടാവില്ല. പ്രോപ്പറായിട്ട് എസ്സേ ടൈപ്പ് ചെയ്ത് പോകാം. ഇനി SMS സ്റ്റൈലിലുള്ള ലാംഗ്വേജ് ടൈപ്പ് ചെയ്യരുത്. കാരണം നമ്മൾ കൂടുതലും ടൈപ്പ് ചെയ്യുന്നത് വാട്സാപ്പിൽ, നമ്മുടെ ഫോണിലാണ്. നമ്മൾ ഫോണാണ് കൂടുതൽ യൂസ് ചെയ്യുക. നമ്മൾ ഈ 2 തമ്പ് വെച്ചിട്ട് ടൈപ്പ് ചെയ്ത് നമ്മുടെ ലാംഗ്വേജ് പലപ്പോഴും SMS ടെക്സ്റ്റ് മെസ്സേജ് ലാംഗ്വേജ് ആയി പോകാറുണ്ട്. ബേസിക്കലി ഇപ്പം ഈ പേപ്പറിലൊക്കെ പരീക്ഷ എന്ന സമയത്ത് പോലും പല ആൾക്കാരും റൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ RYT എന്നും LOL എന്നും ASAP എന്നൊക്കെ എഴുതാറുണ്ട്. പക്ഷെ ഇങ്ങനെയൊന്നും നിങ്ങൾ ഒരിക്കലും എസ്സേയിൽ ചെയ്ത് വെക്കരുത്. നിങ്ങൾ പ്രോപ്പർ കറക്റ്റ് സ്പെല്ലിങ്ങിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് എങ്ങനെയാണോ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ യൂസ് ചെയ്യുക. SMS അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്ന ലാംഗ്വേജ് ഒരിക്കലും യൂസ് ചെയ്യാണ്ടിരിക്കുക. ദെൻ അടുത്തത്, ഡോണ്ട് സ്വിച്ച് ടോപ്പിക്സ് റാൻഡംലി. ഒരു ചിന്തയും ഇല്ലാതെ, അല്ലെങ്കിൽ ഡോണ്ട് റിപ്പീറ്റ് സർട്ടൻ വേർഡ്സ് ടു മച്ച്. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം, കുറേ ആൾക്കാർ ബിക്കോസ് എന്ന് കുറേ തവണ റിപ്പീറ്റ് ചെയ്യും. ഈ കൺജങ്ഷൻസ് അല്ലെങ്കിൽ ഈ ബിക്കോസ് അല്ലെങ്കിൽ ആൻഡ് ബട്ട് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നിങ്ങളിങ്ങനെ നിരന്തരം റിപ്പീറ്റ് ചെയ്യുന്നത് ഒരിക്കലും ഒരു എസ്സേക്ക് ഭംഗി കൊടുക്കില്ല. അപ്പോൾ റെപ്പിറ്റേഷൻ ഓഫ് വേർഡ്സ് നിങ്ങൾ കുറയ്ക്കുക. അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കിന് പെട്ടെന്ന് അപ്പുറത്തെ ടോപ്പിക്കിലേക്ക് ചാടാതെ ഒരു ലോജിക്കൽ ഫ്ലോ ഉണ്ടാക്കുക. ഈ ടോപ്പിക്കിലൂടെ മറ്റു ടോപ്പിലേക്ക് കയറുന്ന പോലെ അത് ഒരു കുറച്ചുകൂടി ഭംഗിയായിട്ട് സ്വിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. റാൻഡം ആയിട്ട് നിങ്ങൾ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വായിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അത് നോക്കുന്ന അത് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ റാൻഡം ആയിട്ട് അവിടെ ഇവിടെ എന്തൊക്കെയോ പറഞ്ഞു വെച്ചു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവത്തുള്ളൂ. സോ ടോപ്പിക്ക് റാൻഡം ആയിട്ട് സ്വിച്ച് ചെയ്യാതിരിക്കുക. ഡോണ്ട് ലീവ് എസ്സേ ഓപ്പൺ എൻഡഡ് ആയിട്ട് ഒരിക്കലും എസ്സേ എൻഡ് ചെയ്യരുത്. എപ്പോഴും നിങ്ങൾക്കൊരു സൊല്യൂഷൻ കൊടുക്കാനോ ഒരു വേ ഫോർവേഡ് പറയാനോ ഒരു കൺക്ലൂഡിങ് സെന്റൻസോടെ തന്നെ എസ്സേ എൻഡ് ചെയ്യണം. ഇത് ഇത്രയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. കീ ടോപ്പിക്സിൽ ഒരു ടോപ്പിക്ക് എക്കോണമി ആണ്. എക്കോണമിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന കുറച്ച് ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യസ് എക്കോണമിക് ഗ്രോത്ത് പോസ്റ്റ് പാൻഡമിക് ശേഷമുള്ള ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് എന്നൊരു ടോപ്പിക്ക് നമുക്ക് നോക്കാം. അതുമായി ബന്ധപ്പെട്ടുള്ള സബ് ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ വായിച്ചേക്കാം. ഞാൻ ഈ കാണിക്കുന്ന കീ ടോപ്പിക്സ് നിങ്ങൾ വായിച്ചു വെക്കണമെങ്കിൽ കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ തന്നെ ഒന്ന് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ലാപ്പിലോ ഡെസ്ക്ടോപ്പിലൊക്കെ നിങ്ങൾ ഈ ടോപ്പിക്കിൽ നിങ്ങളുടെ എസ്സേ 250 to 300 വേർഡ് ടൈപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻഫ്ലേഷൻ ഇൻ ഇന്ത്യ
കോസസ് ആൻഡ് കൺട്രോൾ മെഷേഴ്സ് എന്നൊരു ടോപ്പിക്. ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഞാൻ ഇപ്പോഴത്തെ ഒരു ഏറ്റവും വലിയൊരു കടമ്പ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യം നടക്കുന്നത് ഗോൾഡിന്റെ ഒരു ഇതാണ് അല്ലെ. അത് ഗോൾഡിന്റെ പ്രൈസ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ റെലവെന്റ് ആയിരുന്ന ടൈം ആയതുകൊണ്ട് ഈ ടോപ്പിക്കിലൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് വായിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് അത്യാവശ്യം നല്ലതായിരിക്കും. പിന്നെ ബഡ്ജറ്റ് ഹൈലൈറ്റ്സ് ആൻഡ് ഇമ്പാക്ട്സ്. ഇപ്പൊ നിങ്ങൾക്ക് 2025 ബഡ്ജറ്റിന്റെ ഹൈലൈറ്റ്സ് ചുമ്മാ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ തന്നെ ഒരുപാട് പോയിന്റ്സ് കിട്ടും. ആ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എഴുതി വെക്കുക, അതൊക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കാം. നിങ്ങളുടെ എസ്സേയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പോയിന്റ്സ് ആഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ദ റോൾ ഓഫ് MSME ഇൻ സ്ട്രെങ്തനിങ് ഇന്ത്യൻ എക്കോണമി സ്ട്രെങ്തൻ ചെയ്യുന്നതിൽ MSMEയുടെ ഭാഗം അല്ലെങ്കിൽ അവരുടെ ആ ഒരു പാർട്ട് എന്താണ് എന്ന് ചോദിച്ചിട്ടൊരു എസ്സേ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ, ഇതൊക്കെയാണ് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഏറ്റവും ഭയങ്കരമായിട്ട് നമുക്ക് വരാം അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള ചോദ്യങ്ങൾ എക്കോണമി എടുക്കുകയാണെങ്കിൽ എക്കോണമിയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ടോപ്പിക് ഇതൊക്കെയാണ്. അടുത്ത നമുക്ക് നോക്കാം ടെക്നോളജിയിലേക്ക് വരുമ്പോൾ ടോപ്പിക്ക് AI ഇൻ ബാങ്കിങ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇപ്പൊ നമ്മള് ജെമിനിയിൽ ഫോട്ടോസ് മാറ്റും, പുതിയ ഫോട്ടോസ് ആക്കുന്നു, സാരിയുടെ കളർ മാറ്റുന്നു, ആളുടെ ഹെയർ സ്റ്റൈൽ മാറ്റുന്നു, ഡിഫറെന്റ് ലൊക്കേഷൻസിലുള്ള ഫോട്ടോസ് എടുക്കുന്നു അല്ലെ. പണ്ട് ChatGPT ആയിരുന്നു, ഇപ്പൊ ജെമിനിയായി. ChatGPTനെ മറന്ന് എല്ലാവരും ജെമിനിയിലേക്ക് എത്തി. അപ്പൊ AI കാലഘട്ടമാണിത്. അപ്പൊ ബാങ്കിങ് സെക്ടറിൽ AI എന്തുമാത്രം പോപ്പുലർ ആണ് അല്ലെങ്കിൽ അവിടെ എന്തുമാത്രം ഉപയോഗങ്ങളുണ്ട്, ഇനി എന്തെങ്കിലും ഉപയോഗം കൊണ്ടുവരാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഒരു ടോപ്പിക്കിൽ എന്തായാലും നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സൈബർ സെക്യൂരിറ്റി, കസ്റ്റമർ ഡേറ്റ പ്രൈവസി. നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ നമ്മളെ പറ്റിച്ച് ലിങ്ക് അയച്ച് അല്ലെങ്കിൽ ഫോൺ ചെയ്ത് OTP മേടിച്ച്, അല്ലെങ്കിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ കേട്ടത് വേറൊരു സംഭവമാണ്. അതായത് നമ്മളെ വിളിച്ചിട്ട് നമ്മുടെ കൊറിയർ സർവീസിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ കാശ് തട്ടിക്കുന്ന പരിപാടി, അങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് തന്നെ. കസ്റ്റമർ ഡേറ്റ പ്രൈവസി എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇപ്പൊ നേരിടുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു ഇഷ്യൂവിനെ കുറിച്ചൊക്കെയുള്ള എസ്സേ നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ഡിജിറ്റൽ ഇന്ത്യ മിഷൻ ഓൺ റൂറൽ ഇന്ത്യ, ദി റൈസ് ഓഫ് ഫിൻടെക്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ഇതൊക്കെയാണ് ടെക്നോളജിയിൽ നിങ്ങൾ നോക്കി അല്ലെങ്കിൽ വായിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ. ഓക്കെ, ഞാൻ ഈ പറയുന്ന ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ ഉറപ്പായിട്ടും നോട്ട് ചെയ്യുക, വായിച്ചിട്ടുണ്ടാവുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, now moving to the next topic, that is social issues topics നോക്കാം. വുമൺ എംപവർമെന്റ്, ഇത് ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ ഏതൊരു എക്സാം എടുത്താലും വുമൺ എംപവർമെന്റ് എസ്സേ ഉണ്ടോ, വുമൺ എംപവർമെന്റ് അവിടെ ഉണ്ടാവും. അതും ത്രൂ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലൂടെ വുമൺ എംപവർമെന്റ് എന്നൊരു ടോപ്പിക്കിൽ നമുക്ക് ഉറപ്പായിട്ട് എസ്സേ പ്രതീക്ഷിക്കാം. എഡ്യൂക്കേഷൻ റിഫോം ഇൻ ഇന്ത്യ, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് റോൾ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്വച്ഛ ഭാരത് അഭിയാൻ, ദ റോൾ ഓഫ് യൂത്ത് ഇൻ നേഷൻ ബിൽഡിംഗ്. ഇങ്ങനെയുള്ള കുറച്ച് റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഒന്ന് നോട്ട് ചെയ്യുക. ഇതിലൊന്ന് കുറച്ചത് വായിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ആൻഡ് ദൈവത്തെ ഇതൊക്കെ ChatGPTയിലോ ജെമിനിയിലോ ഒക്കെ ഇട്ടിട്ട് അതിൽ കിട്ടുന്നൊരു സാധനം വായിച്ചു വെക്കാതെ കുറച്ച് നിങ്ങളായിട്ട് തന്നെ ഗൂഗിൾ ചെയ്ത് നല്ല നല്ല വെബ്സൈറ്റുകളിൽ കയറിയിട്ട് അതിനെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്തൊരു നോട്ട് ഉണ്ടാക്കി വെക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും, നിങ്ങൾക്ക് നല്ലതായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ. ദെൻ അടുത്തത് എൻവയോൺമെന്റ്. ഇത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ എക്സാമിന് ക്വസ്റ്റൻ ഇടുന്നവരുടെ. ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൈഡ്രജൻ പോളിസി, എഫക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഓൺ അഗ്രികൾച്ചർ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ടൈപ്സ് ഓഫ് പൊല്യൂഷൻ. ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു SBIയുടെ ക്ലർക്കിന്റെ ഷിഫ്റ്റ് 1 ഓഷ്യൻ പൊല്യൂഷനെ കുറിച്ചുള്ളൊരു RC ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ പൊല്യൂഷൻ എനിക്ക് തോന്നുന്നു ഇവരുടെയൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പൊല്യൂഷൻസ്, ഓഷ്യൻ പൊല്യൂഷൻ ആവട്ടെ, നോയിസ് പൊല്യൂഷൻ ആവട്ടെ, എയർ പൊല്യൂഷൻ ആവട്ടെ, ഇങ്ങനത്തെ പൊല്യൂഷനെ കുറിച്ച് ഒന്ന് വായിച്ചു വെച്ചേക്കുക. ഗ്രീൻ ഹൈഡ്രജൻ പോളിസി അതൊന്ന് നോക്കി വെച്ചേക്കുക. എഫക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഓൺ അഗ്രികൾച്ചർ അതും ഒന്ന് നോക്കി. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കീ പോയിന്റ്സ് എല്ലാം ഞാൻ പറഞ്ഞ ഓരോ ടോപ്പിക് എടുത്ത് ആ ടോപ്പിക്കിൽ നിങ്ങൾ നോക്കേണ്ട വളരെ റെലവെന്റ് ആയിട്ടുള്ള കുറച്ച് കീ പോയിന്റ്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിങ്ങൾ എഴുതി വെച്ച് അതൊന്ന് നോട്ട് ചെയ്തോളാം. ഓക്കെ, അത് ഭയങ്കരമായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബാങ്കിങ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ബാങ്കിങ്ങിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദ റോൾ ഓഫ് ബാങ്ക്സ് ഇൻ പ്രൊമോട്ടിംഗ് ഫൈനാൻഷ്യൽ ലിറ്ററസി ഇൻ ഇന്ത്യ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഡിജിറ്റൽ ബാങ്കിങ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ചാലഞ്ച്, UPI ആൻഡ് ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ. ദിസ് ഈസ് ഓൾസോ എ നൈസ് ടോപ്പിക്. കാരണം ഇതിന് മുന്നേ ഒരിക്കലും ഒരു എക്സാമിന് വന്നൊരു ടോപ്പിക് ആയിരുന്നു ഈ നമ്മള് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കുള്ള ട്രാൻസാക്ഷൻസ് ലിങ്ക് ചെയ്യുന്നത്. അപ്പം 2 സ്ഥലത്തുള്ള റുപ്പി ആണെങ്കിൽ അല്ലെങ്കിൽ ഡോളർ ആണെങ്കിൽ അത് നമ്മൾ ലിങ്ക് ചെയ്തിട്ട് നമ്മൾ ട്രാൻസാക്ഷൻസ് ഒക്കെ കൊടുക്കുന്ന പോലത്തെ ഒരു ഫോറിൻ പോളിസി തന്നെ രൂപപ്പെടുത്തുന്നു. അങ്ങനെ ഒരു ഡീറ്റെയിൽ എനിക്ക് കറക്റ്റായിട്ട് ആ എസ്സേ ഓർമ്മയില്ല, കറക്റ്റായിട്ട് ആ ഒരു RC എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അങ്ങനെ ഒരു RC ഒരു എക്സാമിന് വന്നിട്ടുണ്ട്. അത് എനിക്ക് POയുടെ തന്നെ പ്രിലിംസിന് ഏതിനാണ് വന്നിട്ടുള്ളത് ഏതൊരു ഷിഫ്റ്റിൽ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ ടോപ്പിക്കിലൊക്കെ ഒന്ന് നന്നായിട്ട് വായിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. പ്രൈവറ്റൈസേഷൻ ഓഫ് പബ്ലിക് സെക്ടർ ബാങ്കിങ് അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, കാരണം ഈ ഇടയ്ക്ക് കുറച്ച് പ്രൈവറ്റൈസേഷൻസ് നടന്നിട്ടുണ്ട്. സോ അതും ഒന്ന് വായിച്ചിട്ട് പോവുക. അപ്പൊ ഇതൊക്കെയാണ് ബാങ്കിങ്ങിൽ നിങ്ങൾ നോക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്. ഇനി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം?
പ്രിപ്പയർ 1 essay ഡെയിലി. ഈ പറഞ്ഞ ടോപ്പിക്കുകൾ ഉള്ള കാര്യങ്ങളെല്ലാം വായിക്കുക, കുറച്ച് സമ്മറി ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ആൻഡ് സമ്മറി ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പം ബുക്കുകളിൽ എഴുതി വെക്കുന്നത് ഒന്ന് നിർത്തിയിട്ട് നിങ്ങൾ ലാപ്പിലോ കമ്പ്യൂട്ടറിലോ എങ്ങനെയെങ്കിലും ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫോൾഡർ ആക്കി നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ്സ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടൈപ്പിംഗ് സ്പീഡ് കൂടും. നിങ്ങൾ വായിച്ച സാധനം ചിന്തിച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓൺ വേർഡ്സ് തന്നെ ആയിരിക്കും ടൈപ്പ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു സമ്മറി ക്രിയേറ്റ് ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ചെയ്ത് വെച്ച എസ്സേസ് നിങ്ങൾ ആരെങ്കിലും കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിപ്പിക്കുക. അവർക്ക് എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ട് ചോദിക്കുക. അങ്ങനെ ഡെയിലി ഒരു ടോപ്പിക്കിൽ ഒരു എസ്സേ വെച്ച് നിങ്ങൾ ഉറപ്പായിട്ടും 200 to 300 വേർഡ്സിനിടയിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. ഇൻട്രൊഡക്ഷൻ, ബോഡി ആൻഡ് കൺക്ലൂഷൻ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഏതൊരു സിനിമ കണ്ടാലും സിനിമയുടെ സ്റ്റാർട്ടിങ് അത്യാവശ്യം അടിപൊളി അല്ലെങ്കിൽ നമുക്ക് സിനിമ മുന്നോട്ട് കാണാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ എന്ത് ട്വിസ്റ്റും ടേണും ഇടയിലുണ്ടെന്ന് പറഞ്ഞാലും സ്റ്റാർട്ടിങ് നല്ല ഗുമ്മുള്ളതായിരിക്കണം. അതുപോലെ തന്നെ എസ്സേയിലും സ്റ്റാർട്ടിങ് നല്ല ഗുമ്മുള്ളതായിരിക്കണം. സ്റ്റാർട്ടിങ് വായിക്കുമ്പോൾ തന്നെ കണ്ടിന്യൂസ്ലി അങ്ങോട്ട് വായിച്ചു പോകാനും എന്തെങ്കിലും എന്തോ ഒരു നല്ല കൺക്ലൂഷൻ ഉണ്ടെന്നൊരു വിചാരം നമുക്ക് ആദ്യമേ കൊടുക്കാൻ സാധിക്കണം. അപ്പം നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ബോഡിയിൽ അത്യാവശ്യം എക്സാമ്പിൾസും കറണ്ട് അഫയേഴ്സിലുള്ള എക്സാമ്പിൾസ് നിങ്ങൾക്ക് അല്ലാതെ നിങ്ങളുടെ എവറിഡേ ലൈഫിലുള്ള എക്സാമ്പിൾസ് കോട്ട് ചെയ്യാം, സർവേസ്, റെക്കോർഡ്സ്, അങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വായിക്കുമ്പോൾ ഓക്കെ ഇതൊക്കെ വിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ള എക്സാമ്പിൾസ് കൊടുക്കുക. ദെൻ ഒരു നല്ല വേ ഫോർവേഡോ നല്ല കൺക്ലൂഷനോ കൊടുത്ത് എൻഡ് ചെയ്യാം. ഇനി ആഡ് റെലവെന്റ് ഡേറ്റ. ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നെയാണ്, നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ വായിച്ചാൽ വിശ്വസനീയമായി തോന്നുന്ന ഇല്ലാത്ത കള്ളക്കഥയൊന്നും എഴുതി വെക്കാനല്ല ഞാൻ പറയുന്നത്. വായിച്ചാൽ വിശ്വസനീയമാണെന്ന് തോന്നുന്ന എവറിഡേ ലൈഫിലെ എക്സാമ്പിൾസ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ന്യൂസ് പേപ്പറിൽ വായിച്ച എക്സാമ്പിൾസ് ആവാം, ഡേറ്റാസ് ആവാം, അതൊക്കെ നിങ്ങൾക്ക് ബോഡിയിൽ ആഡ് ചെയ്യാം. ഫോക്കസ് ഓൺ വേർഡ് ലിമിറ്റ് ശ്രദ്ധിക്കണം. എപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പോഴേ കമ്പ്യൂട്ടറിലോ ഡെസ്ക്ടോപ്പിലോ ടൈപ്പ് ചെയ്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അത് നാളത്തേക്ക് മാറ്റി വെക്കാൻ നിൽക്കരുത്. ടൈപ്പ് ചെയ്യുമ്പോൾ വേർഡ് ലിമിറ്റ് ശ്രദ്ധിച്ചോണം. ഞാനിപ്പം എഴുതിയ നിങ്ങൾ എല്ലാ ടോപ്പിക്കും ഒരു നിങ്ങളുടെ പേപ്പറിലേക്കോ ബുക്കിലേക്കോ ആദ്യം എഴുതി വെക്കുക. ഓരോ ടോപ്പിക് അനുസരിച്ച് ഓരോ ദിവസവും ഇൻവെസ്റ്റ് ചെയ്ത് അതിനെക്കുറിച്ചൊരു നോട്ട് ഉണ്ടാക്കി വെക്കുക. ഓക്കെ. ദെൻ റെലവൻസ് ആൻഡ് ക്ലാരിറ്റി. നിങ്ങൾ എഴുതുന്നത് എന്തായാലും, നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന എന്തായാലും അത് വായിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാവാനും അതിൽ നിങ്ങൾക്ക് ഓക്കെ നല്ല വൃത്തിക്ക് അത് പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിക്കാണ് അവരത് ചെയ്തേക്കുന്നത് മനസ്സിലാക്കാനും സാധിക്കണം. സോ ക്ലാരിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് കട്ടിയുള്ള വായിൽ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊന്നും ആഡ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. വായിക്കുന്ന കാര്യം സിമ്പിൾ ആയിരിക്കണം, അത് വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവണം. ഓക്കെ. സോ ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ, ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ഒക്കെ മറ്റു കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ, ബേസ് ടു അഡ്വാൻസ് പഠിക്കണമെങ്കിൽ ഇപ്പോൾ നമുക്ക് അഡ്മിഷൻ ഓപ്പൺ ഉള്ളത് RIBPO Club 2.0 ബാച്ചാണ്. ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. സോ ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് നിങ്ങൾ ചെയ്യുക. കീ പോയിന്റ്സ് ഒന്നും മറക്കരുത്. ആ പറഞ്ഞ ടോപ്പിക്കുകളെല്ലാം ഒന്ന് വായിച്ചോണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.